ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു ശ്രീജിഷ്. അപ്പോൾ പല ആളുകളോടും ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇടാൻ ഇഷ്ടമെന്ന് ചോദിച്ചാൽ കുറേയധികം ആളുകളുടെ ഉത്തരം സാരി ആയിരിക്കും. ഒക്കേഷണലി ആയാൽ പോലും സാരി ഉടുക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും മിക്കവരും. പക്ഷെ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാരി ഉടുക്കാൻ നേരെ ഉടുക്കാൻ അറിയില്ല. അതുപോലെ സാരി ഉടുക്കേണ്ട വരുമ്പോൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുവാണ്. പ്ലീറ്റ്സ് ഒക്കെ പിടിക്കാനൊക്കെ ആയിട്ടും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ആ ഒരു ശ്രമം പലരും ഉപേക്ഷിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് സാരി ഡ്രൈപ്പിംഗ് ട്യൂട്ടോറിയൽ പല ടൈപ്സിൽ നമുക്ക് സാരി ഉടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സാരി ഡ്രൈപ്പിംഗ് ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓണം വരെയാണ് അല്ലേ. അപ്പോൾ ഓണത്തിന് കൂടുതൽ പേരും സെറ്റ് മുണ്ട സെറ്റ് സാരിയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് സാരിക്ക് മുന്നേ ആയിട്ട് രണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ സെറ്റ് മുണ്ട എങ്ങനെയാണ് ഈസിലി ഡ്രൈപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വരില്ല. നമുക്ക് സ്വയമേ നമുക്ക് സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം കോളേജിലൊക്കെ ആയാലും പ്രോഗ്രാമിങ്ങിനൊക്കെ അവർക്ക് സെറ്റ് മുണ്ട സാരി ഉടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സെറ്റ് മുണ്ട ഡ്രൈപ്പിംഗ് ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ സെറ്റ് മുണ്ട ഡ്രൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനൊരു സാരി ഷേപ്പ് വെയർ ആണ് ഇട്ടിട്ടുള്ളത്. സാരി ഷേപ്പ് വെയർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ അണ്ടർ സ്കേർട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ ടീഷർട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ട്യൂട്ടോറിയൽ ചെയ്യുന്നത് കൊണ്ടാണ്. അതിനുശേഷം ഫൈനൽ ലുക്കിൽ ഞാൻ ഇത് ചേഞ്ച് ചെയ്തിട്ട് സെറ്റ് മുണ്ടിന് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സെറ്റ് മുണ്ട്. സെറ്റ് മുണ്ടിൽ ഉടുക്കുമ്പം നിങ്ങൾക്കറിയാം സെറ്റ് മുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഉടുക്കുന്നത് ഏതാണ്, ഇങ്ങനെ ഉടുക്കുന്നത് ഏതാണ്, ഇത് പലർക്കും കൺഫ്യൂഷൻ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയില്ല എന്നുള്ളത്. പിന്നെ ചില ഇതുപോലെ ഇപ്പം ഇങ്ങനത്തെ വർക്കൊക്കെയുള്ള സെറ്റ് മുണ്ടോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ടാസിൽസ് എന്നല്ലേ ഇത് വരുന്നത് ശരിക്കും ഈ ഉടുക്കുന്നതിലായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഇത് എങ്ങനെയാ മനസ്സിലാക്കാന്നറിയോ, നമ്മളിത് ഈ ലെങ്ത് പിടിച്ച് നോക്കുക. ഇതുപോലെ ഒപ്പം പിടിച്ച് നോക്കുക കേട്ടോ. ഒപ്പം പിടിച്ചിട്ട് നോക്കുമ്പം ഇതിന് ലെങ്ത് കൂടുതലും ഒന്നിൽ ലെങ്ത് കുറവും കാണാം. ലെങ്ത് കൂടുതലും ലെങ്ത് കുറവും. അപ്പോൾ ലെങ്ത് കൂടുതലുള്ളത് എന്താണ്, ഇങ്ങനെ ചുറ്റി ഉടുക്കുന്നതാണ്. ഈ ലെങ്ത് കുറവുള്ളതാണ് മുണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുണ്ടുടുക്കാം. അപ്പോൾ മുണ്ടുടുക്കാനായിട്ട് ഈ ഒരു ഡിസൈൻ ഉള്ള പോർഷൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരണം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ പിടിച്ചു നോക്കാം. ഓക്കെ, ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും ഇത് റൈറ്റ് സൈഡിലേക്ക് വരിക. നമ്മൾ മുണ്ടിങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് വന്ന് എത്തേണ്ടത് റൈറ്റ് സൈഡിലേക്കായിരിക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇതിൻ്റെ താഴെ കണ്ടോ, താഴത്തേക്കായിരിക്കും ഡിസൈൻ വരിക. മുകളിലേക്ക് കുറച്ച് ഭാഗം പ്ലെയിൻ ആയിരിക്കും. ഇനി ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് മുണ്ടാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അറ്റം വരുമ്പോഴത്തേക്കും ലാസ്റ്റ് വന്ന് എത്തി നിൽക്കേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരറ്റം റൈറ്റ് സൈഡിലേക്ക് എത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മറ്റേ അറ്റം അകത്തേക്ക് വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് നോക്കുക. നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാം ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഞൊറിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ഹൈറ്റിന് വെച്ചിട്ട് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ ഹൈറ്റ് പ്രത്യേകം നോക്കുക. എന്നിട്ട് ആ ഒരു കസവില്ലേ, ആ ഒരു കസവ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റിയെടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നോക്കുമ്പം ലെങ്ത് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഒരു ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്കിലൊക്കെ നമ്മളെ ചുറ്റിയെടുത്ത പോർഷനിലൊക്കെ പൊങ്ങി നിൽക്കുന്നിടത്തൊക്കെ അത് നമ്മളെല്ലാം ഈ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ലാസ്റ്റ് വന്നിട്ട് നോക്കുമ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത്തിരി ലെങ്ത് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു ഫോൾഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ആ ഡിസൈൻ ഉള്ളത് കൊണ്ട് ആ ഡിസൈൻ പോവാത്ത രീതിയിലാണ് ഞാൻ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോൾഡ് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒരു വീതിക്ക് പിടിച്ച ശേഷം ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീതിയിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ആ ഡിസൈനും ആ ഒരു കസവും പോവില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്യുക. ആ എക്സ്ട്രാ ലെങ്ത്ത് നേരെ ഫോൾഡ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് അകത്തേക്ക് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ആ ഡിസൈനും അതുപോലെ ആ കസവും ഒന്നും പോവാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ നിൽക്കും. ആ ഒരു ഫോൾഡും അങ്ങനെ നന്നായിട്ട് നിൽക്കും.
ഇതാ മുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതാ കറക്റ്റ് സെന്ററിലായിട്ട് ആ കസവൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ എടുത്ത ഈ ഒരു ഞൊറി ഉണ്ടല്ലോ, ആ ഒരു ഞൊറി കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടി നമുക്ക് തന്നെ പയ്യെ ഇതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ഒപ്പം തന്നെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ അയൺ ചെയ്യുന്ന മാതിരി ആക്കി കൊടുത്താൽ അത് അങ്ങനെ തന്നെ കിടന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റനിങ് മെഷീൻ ഉണ്ടെങ്കിൽ, സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ്നർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തുകൊണ്ട് തുണി കത്തിപ്പോകുന്നില്ല, ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ മുണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ചുറ്റുന്ന കാര്യം നോക്കാം. അപ്പോൾ ഇതാണ് ചുറ്റുന്ന പോർഷൻ. അപ്പോൾ ഇതുപോലെ വർക്കൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ്സ് എടുക്കുമ്പോൾ വർക്ക് പോവാത്ത രീതിയിൽ വേണം പ്ലേറ്റ്സ് എടുക്കാനായിട്ട്. അതുപോലെ പ്ലേറ്റ്സ് എടുക്കുമ്പോൾ വീതി ഉള്ളത് വേണോ, വീതി കുറഞ്ഞത് വേണോ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് വീതി ഉള്ളതാണ് ഇഷ്ടം, ചിലർക്ക് വീതി കുറഞ്ഞതാണ് ഇഷ്ടം. അപ്പം ഞാനിവിടെ ഈ വർക്ക് പോവാത്ത രീതിയിലാണ് പ്ലേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതാണ് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഈ പ്ലേറ്റ്സ് എടുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ആ പ്ലേറ്റ്സ് എടുക്കുമ്പോൾ ഇത് അകംഭാഗമാണ്, പുറം ഭാഗമാണ് നമ്മൾ കുത്തുമ്പോൾ കാണേണ്ടത്. അപ്പോൾ ഇതുപോലെ ഏറ്റവും പുറത്തുള്ള പ്ലേറ്റ്സ് നന്നായിട്ട് വീതിയിലും ഉള്ളിലുള്ളത് ചെറുതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും പുറത്തുള്ള 2 പ്ലേറ്റ്സ്, അതായത് അടിയിലും മുകളിലും വരുന്നത് ഒരേ ലെങ്ത്തിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ പ്ലേറ്റ്സ് എടുക്കുന്നുണ്ട്. ഇതുപോലെ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് പ്ലേറ്റ്സ് എടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ആ ഒരു വീതി കണ്ടോ, ആ ഒരു വീതിയിൽ എടുക്കുക. ദെൻ സെക്കൻഡ് തൊട്ട് എടുക്കുമ്പോൾ കുറച്ചൊരു വീതി കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് വരിക. അകത്തുള്ള പ്ലേറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും കുറച്ചൊരു വീതി കുറച്ചിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് പ്ലേറ്റ് എടുക്കുമ്പോഴും ആദ്യത്തെ ആ പ്ലേറ്റിൻ്റെ സെയിം വീതിയിൽ തന്നെയാണ് ലാസ്റ്റ് പ്ലേറ്റും എടുക്കേണ്ടത്. കണ്ടില്ലേ, ഏറ്റവും അകത്തെയും ഏറ്റവും പുറത്തെയും ഒരേ വീതിയിൽ വെച്ചിട്ടുണ്ട്. ദെൻ ഉള്ളിലുള്ളതൊക്കെ കുറച്ചൊരു വീതി കുറച്ചിട്ടുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒപ്പം പിടിച്ചിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ഈ ഒരു പ്ലേറ്റ്സ് അഗെയിൻ ഒപ്പം ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് പ്ലേറ്റ്സ് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു ഡിസ്റ്റൻസ് മാറ്റിയിട്ട് പ്ലേറ്റ്സ് എല്ലാം കറക്റ്റാക്കി എടുത്തിട്ട് ഇതുപോലെ പിന്ന് കുത്തി കൊടുക്കും. ഇത് നമ്മൾ കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ പിന്നെല്ലാം മാറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ലെങ്ത്ത് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ഇതുപോലെ പ്ലേറ്റ്സ് കറക്റ്റാക്കി വെച്ച ശേഷം കുറച്ച് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ആ ലെങ്ത്ത് വരെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്താൽ. അതുകൊണ്ടാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് അത്രയും നീളത്തിൽ പിന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ അതുവരെ എത്തിക്കട്ടെ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് ഞാൻ പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഷോൾഡറിൽ വെച്ചിട്ട് നമുക്ക് പാകത്തിന് ഹൈറ്റ് ആയോ എന്നുള്ളത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിന് ആവശ്യമില്ലാത്ത ആ പിന്നുകളൊക്കെ മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഒരു പിന്ന് മാത്രമേ മുന്താണിയിൽ കുത്തുന്നുള്ളൂ, ബാക്കി എല്ലാ പിന്നുകളും മാറ്റുകയാണ് കേട്ടോ. അതും ആ ഒരു ലാസ്റ്റ് ഒരു പിന്ന് വയ്ക്കുന്നതും വേണമെന്നുണ്ടെങ്കിൽ മതി, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതും മാറ്റാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു മുന്താണിയുടെ പ്ലേറ്റ്സ് എല്ലാം ഇതുപോലെ കൈകൊണ്ട് ഇതുപോലെ തേച്ച് കൊടുത്താൽ നല്ല കൃത്യമായിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ്നർ വെച്ച് ചെയ്താലും അത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പിന്നുകളും മാറ്റുകയാണ്. പിന്നുകൾ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു പിന്ന് മാത്രം ആ മുന്താണിയിലെ പ്ലേറ്റ്സ് എല്ലാം കൂട്ടി പിടിച്ചിട്ട് ആ ഒരു ലാസ്റ്റ് ഒരു പിന്ന് മാത്രം ലീവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുത്തിയ എല്ലാ പിന്നുകളും മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പിന്നുകളും മാറ്റിയിട്ട് ഞാൻ ചെയ്യുന്നത് ലാസ്റ്റ് ഇത്ര ആ ഒരു കസവിൻ്റെ കുറച്ച് മുകളിലായിട്ട് എല്ലാം കൂടി പ്ലേറ്റ്സും കൂടെ പിടിച്ചിട്ട് ഒരു പിന്ന് കുത്തുന്നുണ്ട്. ഇത് ചെയ്യുന്നത് അത് വിടർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിടർന്നു പോകുന്നത് ഇഷ്ടമുള്ളവർക്ക് അതങ്ങനെ കുത്തണമെന്നില്ല. അപ്പോൾ ഈ കസവിൻ്റെ മുകളിൽ ഈ കുത്തുന്ന പിന്നെ അങ്ങനെ തന്നെ വെക്കട്ടെ, അകത്തേക്കാണ് കുത്തുന്നത്. അപ്പോൾ ഇതിങ്ങനെ വിടർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾക്ക് ഇതിങ്ങനെ വിടർന്നു പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല, അത് ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്ന് കുത്തേണ്ട ആവശ്യമില്ല. പിന്നെ അത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വേണമെങ്കിൽ തേച്ച് കൊടുക്കുന്ന പോലെ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ലെങ്ത്ത്, എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഒരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതഴിച്ചിട്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ പിൻ ചെയ്യും. ഓക്കെ, പിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഉള്ളിലത്തെ ഭാഗം എടുക്കുക. എന്നിട്ട് ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയത് എന്താ അറിയോ, നമ്മൾ ഈ പ്ലേറ്റ്സ് എടുക്കുമ്പം ഈ പുറമേ ഉള്ള പ്ലേറ്റിൽ ഏറ്റവും പുറമേ ഉള്ളത് ഓപ്പണിങ് അങ്ങോട്ടും അതുപോലെ അകത്തുള്ളതിൻ്റെ ഈ അറ്റം അകത്തേക്കും വരണം കേട്ടോ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അകത്തുള്ളതിൻ്റെ അകത്തേക്കും പുറത്തുള്ളതിൻ്റെ പുറത്തേക്കും ഇരിക്കണം. ഓക്കെ, അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അലമാരിയിൽ ഇട്ടിട്ട് നമുക്ക് പ്ലേറ്റ്സ് എടുക്കുന്നത് ഈ പട്ടുസാരി ഒക്കെ ഉടുക്കുമ്പം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. എന്നിട്ട് ഈ ഉള്ളിലെ പോർഷൻ എടുക്കുക, അതിങ്ങനെ വലിച്ചെടുക്കുക. അത് വലിച്ചെടുത്തിട്ട് അത് ഇതുപോലെ ചുറ്റി കൊണ്ടുവരിക കേട്ടോ. അത് ഇതുപോലെ ചുറ്റി കൊണ്ടുവന്നിട്ട് ഇതാ ഈ അറ്റത്ത് ചിലപ്പോൾ ഞാൻ എന്താ ഈ കിടക്കുന്ന പോർഷനിൽ ഈ കസവ് മാത്രം വരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അകത്തേക്ക് മടക്കിയിട്ട് ഈ കസവ് മാത്രമാക്കി കൊണ്ടുവരാറുണ്ട്. ശരിക്കും ഉടുക്കേണ്ടത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. കസവ് ഉള്ളിലേക്ക് മടക്കാതെ നേരെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കുക. നേരെ ഇതുപോലെ നല്ലപോലെ ടൈറ്റാക്കി വെക്കുക. ടൈറ്റാക്കി വെച്ചിട്ട് ഇതാ ഇതുപോലെ കൊണ്ടുവരാം. എന്നിട്ട് ഒരു പിന്നെടുക്കുക. പിന്നെടുത്തിട്ട് ഇതാ ഇവിടെ നിന്ന് നല്ലപോലെ വലിച്ചു വയ്ക്കുക കേട്ടോ. നല്ലപോലെ പാകത്തിനനുസരിച്ചിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ട് ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വലത്തെ തുടയുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഒരു പിന്നൂട്ടി കൊടുക്കുക. ഇതാ പിന്നു കുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നോളും. അതാ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് തീരെ കാണണ്ട, കുറച്ചെങ്കിലും കാണുന്നത് അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇതും ബ്ലൗസും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് പിന്നു കുത്താം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ പ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റി മാറ്റി കൊടുക്കുക. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ഈ അറ്റത്ത് ഇങ്ങനത്തെ കുറച്ച് വൈറ്റ് പോർഷൻ നിൽക്കില്ലേ, ഇത് ഞാൻ അകത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കാറുണ്ട് കേട്ടോ. എനിക്കെന്തോ ഈ കസവ് മാത്രമായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് അത് ഞാൻ അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇങ്ങനെ എടുക്കുക. പ്ലീറ്റ്സ് ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കുക. അല്ല സ്ട്രൈറ്റ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ്നർ വെച്ചിട്ടായാലും ചെയ്യാം. ഇതിപ്പോൾ ഈ ടിഷ്യൂ സെറ്റ് മുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ തന്നെ ആക്കിയാൽ അങ്ങനെ തന്നെ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിലും നിൽക്കും കേട്ടോ. അപ്പോൾ ചിലതൊക്കെ നമ്മൾ സ്ട്രൈറ്റ്നർ വെച്ചായാൽ ഒന്നുകൂടെ നിൽക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. സ്ട്രൈറ്റ്നർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാലും മതി, അത് അങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ. പിന്നെ ഓരോന്ന് എടുത്തെടുത്ത് ഇതുപോലെ തേച്ച് വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു കുത്തിയേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ലീവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ അകത്തേക്ക് വെച്ചിട്ട് ബ്ലൗസിനോട് ചേർത്താൽ ബ്ലൗസിൻ്റെ അകത്തേക്ക് കൂടി ഒരു പിന്നു കുത്താം. അപ്പോൾ ഇങ്ങനെ നിൽക്കും. ഈ ഒരു കസവ് ഇങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ നിൽക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പ്ലെയിനായിട്ട് തന്നെ വിടുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്തുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്ക് സെറ്റ് മുണ്ട് ഉടുക്കാനായിട്ട് പറ്റും. സെറ്റ് മുണ്ട് ഉടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാനിനി ഇതിൻ്റെ ടീഷർട്ട് മാറ്റിയിട്ട് ബ്ലൗസ് ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഞാൻ ഒരു ഹെയർ സ്റ്റൈൽ ഓൾസോ ചെയ്തിട്ടുണ്ട്, ഒരു ജാസ്മിൻ ഹെയർ സ്റ്റൈൽ ചെയ്തു. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിടാം. ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്താൽ ഒരുപാട് ലെങ്തി ആയി പോകും. സോ അത് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ബ്ലൗസ് ഓൾസോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.